ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മസ്ജിദുൽ അക്സയിൽ സംഘർഷം തുടരുന്നു. യുവാക്കളെ ഖുദ്സിൽ പ്രവേശിക്കുന്നത് വിലക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം. കല്ലേറും കണ്ണീർവാതക പ്രയോഗവും. ഒമാനിൽ പ്രവാസികളുടെ എണ്ണം കുറയുന്നു. പുതിയ വിസ നിയന്ത്രണങ്ങളെ തുടർന്ന് ഒരു മാസത്തിനിടെ രാജ്യം വിട്ടത് 3000-ലേറെ പേർ. ഖത്തറിൽ വീണ്ടും കൊറോണ ബാധ കണ്ടെത്തി. 10 ദിവസത്തിനകം 2 പേർക്ക് രോഗബാധ കണ്ടെത്തി. ഒട്ടകങ്ങളിൽ നിന്ന് അകലം പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം. സൗദിയിൽ വീണ്ടും ആടുജീവിതങ്ങൾ. കുവൈത്തിലേക്ക് ഡ്രൈവർ വിസയിൽ എത്തിച്ച് അനധികൃതമായി സൗദിയിലേക്ക് കടത്തി ഒട്ടകങ്ങളെ മേയ്ക്കാൻ വിധിക്കപ്പെട്ട ഒരു മലയാളി കൂടി രക്ഷപ്പെട്ട് ദമാമിലെത്തി. സാമൂഹ്യ പ്രവർത്തകർ കണ്ടെത്തിയത് കൊടും ചൂടിൽ കഠിനമർദ്ദനങ്ങളേറ്റ് അവശനിലയിൽ. മസ്ജിദുൽ അക്സയിൽ യുവാക്കളായ ഫലസ്തീനികൾ പ്രവേശിക്കുന്നത് വിലക്കുന്ന ഇസ്രായേലിന്റെ നടപടിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. ജുമുഅ ദിനമായ ഇന്ന് കിഴക്കൻ ജെറുസലേമിൽ ഫലസ്തീനികൾ ഇസ്രായേലി പോലീസുമായി ഏറ്റുമുട്ടി. പ്രക്ഷോഭകർ പോലീസിന് നേരെ കല്ലെറിയുകയും റോഡിൽ ടയറുകൾ കത്തിക്കുകയും ചെയ്തു. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഒമാനിൽ പ്രവാസി ജീവനക്കാരുടെ എണ്ണം കുറയുന്നു. ഒരു മാസത്തിനിടെ 3236 പ്രവാസികൾ ഒമാനിലെ തൊഴിൽ രംഗത്ത് നിന്ന് കുറഞ്ഞുവെന്നാണ് കണക്ക്. പുതിയ വിസ നിയന്ത്രണങ്ങളാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ആഗസ്റ്റിലെ കണക്കുകളാണ് ഒമാനിൽ പ്രവാസികളുടെ എണ്ണം കുറയുകയാണെന്ന് വ്യക്തമാക്കുന്നത്. ഈ വർഷം ജൂലൈയിലെ കണക്കുകളെ അപേക്ഷിച്ച് ഒരു മാസത്തിനിടെ 3236 പ്രവാസികളാണ് ഒമാനിലെ തൊഴിൽ രംഗം വിട്ടത്. സ്വകാര്യ മേഖലയിൽ നിന്ന് മാത്രം 2044 പ്രവാസികൾ കൊഴിഞ്ഞുപോയി. അതേസമയം സർക്കാർ മേഖലയിൽ ഇക്കാലയളവിൽ 358 പേർക്ക് പുതുതായി ജോലി ലഭിച്ചുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ജൂലൈ മുതൽ നടപ്പാക്കിയ വിസ നിയന്ത്രണങ്ങളാണ് ഒമാനിലെ തൊഴിൽ മേഖലയിൽ നിന്ന് വിദേശികൾ പിൻവാങ്ങാൻ കാരണമെന്നാണ് സൂചന. ആഗസ്റ്റിലെ കണക്ക് പ്രകാരം 15,41,430 പ്രവാസികളാണ് ഒമാനിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ 57,527 പേർ സർക്കാർ മേഖലയിലാണ്. ഗാർഹിക മേഖലയിൽ 2,32,094 പ്രവാസികൾ തൊഴിലെടുക്കുന്നു. ഇവരുടെ എണ്ണത്തിലും 0.7% കുറവുണ്ടായി. പ്രവാസി ജീവനക്കാരിൽ 13,67,360 പേരും പുരുഷന്മാരാണ്. 1,74,070 പ്രവാസി വനിതകളും ഒമാനിൽ തൊഴിലെടുക്കുന്നു. പ്രവാസികളിൽ 87% ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. PhD യോഗ്യതയുള്ള 2,611 പ്രവാസികൾ ഒമാനിൽ ജോലി ചെയ്യുന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. കുവൈത്തിൽ വാഹന മോഷണം നിത്യസംഭവമാകുന്നു. പ്രതിദിനം 8 വാഹനങ്ങളെങ്കിലും കവർച്ച ചെയ്യപ്പെടുന്നതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഗവേഷണ വിഭാഗം തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിലാണ് രാജ്യത്തെ വാഹന മോഷണങ്ങളുടെ കണക്കുള്ളത്. ഒരു ദിവസം രാജ്യത്ത് അരങ്ങേറുന്ന മോഷണ കേസുകളുടെ ശരാശരി എണ്ണം 31. ഇതിൽ 8 കേസുകളും വാഹനമോഷണവുമായി ബന്ധപ്പെട്ടവയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുകൂടാതെ വാഹനത്തിന്റെ ചില്ല് പൊട്ടിച്ച് സാധനങ്ങൾ കവർച്ച ചെയ്യുന്നതും വീടുകളിലും കടകളിലും കയറിയുള്ള മോഷണവും വർദ്ധിച്ചിട്ടുണ്ട്. വാഹനമോഷണ സംഭവങ്ങളിൽ 76%ത്തിലും പ്രതികളെ പിടികൂടാൻ സാധിക്കുന്നില്ലെന്ന കാര്യവും റിപ്പോർട്ട് എടുത്തു പറയുന്നു. പ്രതികളെ തിരിച്ചറിയാൻ സാധിക്കാത്തതിനാൽ അജ്ഞാതർ എന്ന ഗണത്തിലാണ് ഈ കേസുകൾ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്നത്. വാഹനം മോഷ്ടിക്കുക, വാഹനത്തിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുക തുടങ്ങിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 11,312 കേസുകളാണ് കഴിഞ്ഞ വർഷം രാജ്യത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രേഖപ്പെടുത്തിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിലേക്ക് ഡ്രൈവർ വിസയിൽ എത്തിച്ച് അനധികൃതമായി സൗദിയിലേക്ക് കടത്തി ഒട്ടകങ്ങളെ മേയ്ക്കാൻ വിധിക്കപ്പെട്ട ഒരു മലയാളി കൂടി രക്ഷപ്പെട്ട് ദമാമിലെത്തി. കൊടും ചൂടിൽ കഠിനമർദ്ദനങ്ങളിട്ട് അവശനിലയിലാണ് ഇയാളെ സാമൂഹ്യ പ്രവർത്തകർ കണ്ടെത്തിയത്. തിരുവനന്തപുരം പെരുമാതുറ ഷംനാദ് എന്ന 36-കാരനാണ് ഗൾഫിലേക്കുള്ള രണ്ടാമൂഴവും പിഴച്ചുപോയത്. 2 വർഷങ്ങൾക്ക് മുൻപ് സൗദിയിലെ തോയിഫിൽ തോട്ടത്തിലെത്തപ്പെട്ട ഷംനാദ് ഏറെ കഷ്ടതകൾ സഹിച്ചാണ് തിരിച്ചുപോയത്. എന്നാൽ കുവൈറ്റിൽ ഡ്രൈവർ വിസയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തവണ ഷംനാദിനെ ഏജന്റ് കുടുക്കിയത്. അവിടെ നിന്ന് ഷംനാദിനെ സൗദി മരുഭൂമിയിലെ കൃഷിത്തോട്ടത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 75ഓളം ഒട്ടകങ്ങളെ നോക്കലാണ് ജോലി. കഠിനമായ ചൂടിൽ ഭക്ഷണം പോലുമില്ലാതെ ഷംനാദ് പല പ്രാവശ്യം തളർന്നു വീണു.
ഓരോ വീഴ്ചയ്ക്കൊപ്പവും സ്പോൺസറുടെ കൊടിയ മർദ്ദനങ്ങളും സഹിക്കേണ്ടി വന്നു. പല പ്രാവശ്യം അടിയേറ്റ് രക്തം ഛർദ്ദിച്ചു. ഒരു ചികിത്സയും നൽകിയില്ല. കുവൈറ്റിൽ നിന്ന് വണ്ടി തന്നെ കൊണ്ടുവന്നതിന് നേരെ അവിടെ കൊണ്ട് മസര ഇവിടെ കൊണ്ട് തള്ളിയായിരുന്നു, മരുഭൂമി കൊണ്ട് തള്ളിയായിരുന്നു. ആഹാരമില്ല, ഭക്ഷണമില്ല. 75 വട്ടം ഞാൻ പറഞ്ഞു, 75 വട്ടം. ഞാൻ തീരെ അവസ്ഥയായിപ്പോയി. ഞാൻ അവിടെ നിന്ന് ഞാൻ 2 പ്രാവശ്യം ബ്ലഡ് ഛർദ്ദിച്ചപ്പോൾ ആരും തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഞാൻ പിന്നെ വല്ല ജാതിയും നടന്നാണ് ഞാൻ റോഡിൽ വന്നു. ഒട്ടകങ്ങളെ മേയ്ക്കാൻ പോയ ഒരു ദിവസം കണ്ടുമുട്ടിയ ഒരു തമിഴ്നാട് സ്വദേശിയുടെ സഹായത്താലാണ് ഷംനാദ് ഇപ്പോൾ രക്ഷപ്പെട്ടത്. ഇതേസമയം ഷംനാദിനെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി ഭാര്യ ബുഷ്ര എംബസിയെ സമീപിച്ചിരുന്നു. അൽഹസയിലെ റോഡ് വക്കിൽ തളർന്നു വീണ ഷംനാദിനെ നവോദയ പ്രവർത്തകർ കണ്ടെത്തി ദമാമിൽ എത്തിക്കുകയായിരുന്നു. സാമൂഹിക പ്രവർത്തകൻ നാസ്വക്കത്തിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഷംനാദ് ഉള്ളത്. നിയമപരമായ നടപടികൾ സ്വീകരിച്ച് ഇയാളെ നാട്ടിലെത്തിക്കുമെന്ന് നാസ്വക്കം പറഞ്ഞു. ക്യാമറാമാൻ നൌഷാദിനൊപ്പം സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം. വിദേശ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് UAE നേതൃത്വം വ്യക്തമാക്കി. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റേതായി അടുത്തിടെ പുറത്തുവന്ന പ്രസ്താവന വസ്തുതകൾ മറച്ചുപിടിച്ചുകൊണ്ടാണെന്നും UAE കുറ്റപ്പെടുത്തി. വിദേശ തൊഴിലാളികളുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ഏതാനും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് UAE പറഞ്ഞു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെയും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലും UAE ഫെഡറൽ നിയമമനുസരിച്ചും വീട്ടുജോലിക്കാർ അടക്കമുള്ള വിദേശികളുടെ സംരക്ഷണത്തിനായി UAE കടുത്ത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. വീട്ടുജോലിക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ കൂടുതൽ നടപടികൾ കൈക്കൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ മനുഷ്യാവകാശ വിഭാഗം ഡയറക്ടർ അംന അൽ മാഹിരി പറഞ്ഞു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രാജ്യത്തെ പൊതു സാഹചര്യം കണക്കിലെടുത്തല്ല റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതാനും ഒറ്റപ്പെട്ട കേസുകളുടെ അടിസ്ഥാനത്തിൽ അന്തിമ തീർപ്പിൽ എത്തുകയായിരുന്നു. ലോകത്തെ 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ സംതൃപ്തിയോടെ ജോലി ചെയ്യുന്ന രാജ്യമാണ് UAE. അതേസമയം വീട്ടുജോലിക്കാർ അടക്കമുള്ളവരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണ്. വിവിധ വിഷയങ്ങളിൽ ഇത്തരം രാജ്യങ്ങളുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും അവർ വ്യക്തമാക്കി. 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ജോലിക്കാർ തങ്ങളുടെ രാജ്യങ്ങളുടെയും UAEയുടെയും സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്ന ഘടകമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഏറ്റവും ആകർഷണമായ തൊഴിൽ വിപണിയാണ് UAEയുടേത്. അന്താരാഷ്ട്ര ലേബർ സംഘടനയുടെ 9 പ്രധാന സമ്മേളനങ്ങളിലെ പ്രമേയങ്ങൾ അംഗീകരിച്ച രാജ്യം കൂടിയാണ് UAE. അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിരവധി നിയമങ്ങളും രാജ്യത്ത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ്, വേതനം, താമസം, ആരോഗ്യം എന്നിവയ്ക്ക് മുൻതൂക്കം കൊടുത്തുള്ള നിയമങ്ങളാണ് രാജ്യത്തുള്ളതെന്നും UAE വിശദീകരിക്കുന്നു. മീഡിയ 1, ദുബായ്. ദുബായ് വാട്ടർ കനാൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഷെയ്ഖ് സായിദ് റോഡിൽ സഫ പാർക്കിന് സമീപം അബുദാബി ദുബായ് പാത ശനിയാഴ്ച അടയ്ക്കും. ഈ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായ ബദൽ പാതയിലൂടെ ശനിയാഴ്ച മുതൽ വാഹനങ്ങൾ കടത്തിവിടും. ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള വാഹനങ്ങൾ പുതിയ പാത വഴിയും തിരികെയുള്ള വാഹനങ്ങൾ നിലവിലെ ദുബായ് അബുദാബി റോഡിലൂടെയുമാണ് വഴിതിരിച്ചുവിടുക. ഗതാഗത തടസ്സമില്ലാതെ വാഹനങ്ങളുടെ സുഗമമായ നീക്കത്തിനായി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി RTA അറിയിച്ചു. ഇതിനു മുന്നോടിയായി അബുദാബി ഭാഗത്ത് ഷെയ്ഖ് സായിദ് റോഡിൽ നിന്ന് ഹദീക്ക സ്ട്രീറ്റിലേക്കും മെയ്ദാൻ സ്ട്രീറ്റിലേക്കുമുള്ള എക്സിറ്റുകൾ ഇന്ന് അടച്ചിട്ടു. ഈ ഭാഗത്തേക്ക് പോകാൻ അൽവാസൽ റോഡോ അൽഖൈൽ റോഡോ ഉപയോഗിക്കണം. നാളെ ബദൽ പാതയിലൂടെ ഗതാഗതം തുടങ്ങുന്നതോടെ ഈ എക്സിറ്റുകൾ തുറന്നുകൊടുക്കും. അബുദാബി ഭാഗത്ത് ബിസിനസ് ബേ മെട്രോ ബ്രിഡ്ജ് മുതൽ അടുത്ത ഇന്റർചേഞ്ച് വരെയാണ് ബദൽ പാത നിർമ്മിച്ചിരിക്കുന്നത്. ബദൽ പാത മാറിപ്പോകണമെന്നുള്ളവർക്ക് ഉമുൽ അമാറ സ്ട്രീറ്റിലൂടെ അൽവാസൽ റോഡിലെത്താം. ഇമാറാത്ത് ആട്രിയത്തിനും ഹോളിഡേ ഇന്നിനും ഇടയ്ക്കുള്ള പാതയിലൂടെയും അൽവാസൽ റോഡിലെത്താം. അൽവാസൽ റോഡിലും കനാൽ പദ്ധതിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജുമൈറ ബീച്ച് റോഡാണ് അൽ സുഹൂഫ് ഭാഗത്തെത്താനുള്ള മറ്റൊരു മാർഗം. എന്നാൽ ഗർഹൂദ്, മുർദിഫ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അൽഖൈൽ റോഡിലൂടെ ഗതാഗതക്കുരുക്കില്ലാതെ എത്തിച്ചേരാൻ സാധിക്കും. മീഡിയ 1, ദുബായ്. ഒമാനിൽ കോങ്കോ പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ച പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കി. മൃഗങ്ങളിൽ നിന്നാണ് രോഗം പകരുന്നത് എന്നതിനാൽ കാലിച്ചന്തകളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. നിസ്ബയിലെ 2 കാലിച്ചന്തയിൽ വിൽപ്പനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോങ്കോ പനി ബാധിച്ച് ഒമാനിൽ ഇതുവരെ 2 പേരാണ് മരിച്ചത്. 5 പേരിൽ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃഗങ്ങളുടെ ദേഹത്ത് കാണുന്ന ചെള്ളുകളാണ് ക്രിമിയൻ കോങ്കോ ഹെമറേജ് ഫീവർ എന്നറിയപ്പെടുന്ന കോങ്കോ പനി പടർത്തുന്നത്. രാജ്യത്തെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കാലിച്ചന്തകൾ കേന്ദ്രീകരിച്ച് അണുനശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. ഇതിനായി 7000 ലിറ്റർ അണുനാശിനി രാജ്യത്തെത്തിയതായി കൃഷി മന്ത്രാലയം അറിയിച്ചു. പനി ബാധിച്ചവർ നാൽക്കാലികളെ വാങ്ങിച്ചെന്ന് കരുതുന്ന നിസ്വയിലെ 2 കാലിച്ചന്തകളുടെ വിൽപ്പന മന്ത്രാലയം വിലക്കിയിട്ടുണ്ട്. ആരോഗ്യ മന്ത്രാലയം, കൃഷി മന്ത്രാലയം, വിവിധ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരടങ്ങിയ 26-അംഗ ടീമാണ് ഓരോ ഗവർണറേറ്റിലും അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മീഡിയ 1, മസ്കത്ത്.
10ാമത് അൽ ജസീറ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിന് ദോഹയിൽ തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 161 സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. വർണ്ണാഭമായ ഉദ്ഘാടനവും സമാപന ചടങ്ങുമാണ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. ഗസ മുനമ്പിൽ നടക്കുന്ന പോരാട്ടങ്ങളെ ചിത്രീകരിച്ച് ഹമദ് ഹസിയുന സംവിധാനം ചെയ്ത ബ്രോക്കൺ സ്ട്രിങ്സ് എന്ന ചിത്രമാണ് 10ാമത് അൽ ജസീറ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചിത്രമായി എത്തിയത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 161 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള 5 സംവിധായകരുടെ ചിത്രങ്ങളും ഉൾപ്പെടും. വിഖ്യാത ബോളിവുഡ് താരം ജാവിദ് ജാഫ്രിയാണ് മുഖ്യാതിഥിയായി എത്തിയത്. മേളയുടെ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടാൻ പലസ്തീനി കലാകാരന്മാരുടെ പാരമ്പര്യ നൃത്തവും അരങ്ങേറി. പടവുകൾ എന്ന വിഷയത്തിലാണ് ഈ വർഷത്തെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. സിനിമാ പ്രദർശനങ്ങൾക്ക് പുറമെ ശില്പശാലകളും സെമിനാറുകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. ഇതിനു പുറമെ വിവിധ പ്രൊഡക്ഷൻ കമ്പനികൾ, TV സ്റ്റേഷനുകൾ, പുസ്തകാലയങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളടങ്ങിയ സമാന്തര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മേളയിലെത്തിയ ചിത്രങ്ങളുടെ ഉള്ളടക്കത്തിന്റെ കരുത്താണ് അൽ ജസീറ ഫിലിം ഫെസ്റ്റിവലിനെ ശ്രദ്ധേയമാക്കി മാറ്റുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒരുപിടി രാഷ്ട്രീയ സിനിമകളും ഫെസ്റ്റിവലിനെത്തി. ദോഹയിലെ അൽ ജസീറ ഫിലിം ഫെസ്റ്റിവൽ നഗരിയിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1. ഫാഷിസത്തെ പിന്തുണയ്ക്കാൻ കൂട്ടാക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രബുദ്ധത തെളിയിച്ച കേരള ജനത അഭിനന്ദനം അറിയിക്കുന്നുവെന്ന് പ്രശസ്ത സംവിധായികയും കവയിത്രിയുമായ ലീന മണിമേഖല പറഞ്ഞു. ദോഹയിൽ 10ാമത് അൽ ജസീറ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി ഖത്തറിലെത്തിയതായിരുന്നു അവർ. ശ്രീലങ്കയിൽ നടക്കുന്ന മനുഷ്യാവകാശങ്ങളെ തുറന്നു കാണിക്കുന്ന വൈറ്റ് മാൻ സ്റ്റോറീസ് എന്ന തന്റെ ഡോക്യുമെന്ററിയുമായാണ് ലീന ഫെസ്റ്റിവലിലെത്തിയത്. And I'm very proud of Kerala because in this recent election, when the whole country was choosing the fascist Modi, there was no one constitution in Kerala where a BJP candidate is chosen. So that way, Kerala has given a clear statement against Hindutva and anti-minority government. That way, I was so inspired by Kerala because even in Tamil Nadu, we had one BJP seat winning. കുവൈത്തിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ബെസ്റ്റ് ഓഫ് ബ്രിട്ടൻ 2014 ഫെസ്റ്റിവൽ തുടങ്ങി. ഖുറൈൻ ശാഖയിൽ ഒരുക്കിയ മേള ബ്രിട്ടീഷ് അംബാസഡർ മാത്യു ലോഡ്ജ് ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ്, റീജിയണൽ മാനേജർ KS ശ്രീജിത്ത്, ഓപ്പറേഷൻസ് മാനേജർ മാർട്ടിൻ ഡാലി,